ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കണ്ടാലോ? ഇന്ന് നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് കേട്ടോ. രാവിലെ നല്ല വെയിലൊക്കെ ഉണ്ട്. രാവിലെ പൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കടലക്കറി ഇന്നലത്തത് ഫ്രിഡ്ജിലുണ്ടായിരുന്നത് ചൂടാക്കിയെടുത്തു. അതൊക്കെ കഴിച്ചു കേട്ടോ. രാവിലെ മീൻ മേടിക്കാനുണ്ടായിരുന്നേ. അങ്ങനെ മീനൊക്കെ മേടിച്ചിട്ട് വന്നു. മീൻ മേടിക്കുന്നിടത്ത് നല്ല തിരക്കുണ്ടായിരുന്നതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. വേറെ അങ്ങനെ അധികം ഒരുപാട് മീനൊന്നും ഇല്ലായിരുന്നേ. പിന്നെ വരുന്ന വഴിക്കൊന്ന് കടയിൽ കയറിയിട്ട് കുറച്ച് പഴവും കുക്കുംബറും കുറച്ച് സീഡ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. മീൻ കൊണ്ട് നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അയറയുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് കളിച്ച് കേട്ടോ. അവൾക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര ബോറാണേ. അങ്ങനെ ഞാനും ചെറുച്ചനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് അവളോട് ഇങ്ങനെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യും. ഉച്ചത്തേക്ക് കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നലെ ചെറുപയർ കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല കുതിർന്നിരിപ്പുണ്ടായിരുന്നേ. അതങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. ചെറുപയർ വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ വേഗ് പോലെ ഇരിക്കും കേട്ടോ. അത് കറിയാക്കണോ തോരൻ വെക്കണോ എന്നുള്ളത്. വേവ് കുറച്ചാണ് ഉള്ളതെങ്കിൽ അത് തോരൻ വെക്കും, അല്ലെങ്കിൽ നല്ലപോലെ വെന്ത് പോയി കഴിഞ്ഞാൽ കറിയാക്കുവേ. കുക്കുംബർ വാങ്ങിയിട്ട് അയറ കാണാതെ കൊണ്ട് വെച്ചിരുന്നതായിരുന്നു കേട്ടോ. പക്ഷെ ആൾ കണ്ടുപിടിച്ചെടുത്തിട്ട് വന്നേ. കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് അപ്പം തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ടാണ് കേട്ടോ കാണാതെ കൊണ്ട് വെക്കുന്നത്. പക്ഷെ എന്നാലും ഫ്രിഡ്ജൊക്കെ തുറന്ന ആൾ പിടിച്ചെടുത്തിട്ട് വരുവേ. കുക്കുംബർ വെറുതെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ പോരാ കേട്ടോ. അവൾക്ക് ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ മിക്സാക്കി എല്ലാം കൊടുക്കണം കേട്ടോ. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാട്ടോ. ഇപ്പം വിശക്കുന്നുണ്ടാവേ. സമയം 2 മണിയായി. പക്ഷെ കുക്കിംഗ് ഉച്ചത്തേക്കുള്ളത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുക്കുംബറൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ആക്കിയേ. പിന്നെ 2 ഉരുളക്കിഴങ്ങ് എടുത്ത് കേട്ടോ. അതൊന്ന് ഫ്രൈ ആക്കാന്ന് വിചാരിച്ചു. ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വെറുതെ മുളകും മഞ്ഞയും ഉപ്പും മാത്രം ഇട്ട് മിക്സ് ചെയ്തിട്ട് അത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ചോറിന് ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ശരിക്കും മിക്ക ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപാട് തന്നെ ഞാൻ ലഞ്ചിനുള്ള പരിപാടിയൊക്കെ തുടങ്ങുവേ. അപ്പോൾ അതിൻ്റെ കൂടെ കണ്ടിന്യൂഷൻ ആയിട്ടാകുമ്പോൾ ഒരു 1-2 മണിക്കൂർ കൊണ്ട് തന്നെ കിച്ചണിലെ പണിയെല്ലാം ഒതുങ്ങും കേട്ടോ. പക്ഷേ ഇന്ന് രാവിലെ ഫിഷൊക്കെ വാങ്ങാൻ പോയിട്ട് വന്ന് അയറയുടെ കൂടെ ഇരുന്ന് കുറേ നേരം കളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങ് സമയം വേഗം പോയി കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് വെപ്രാളമായിരുന്നേ പണിയെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട്. തലമുടി അഴിച്ചിട്ടിട്ട് വേഗം പണിയെടുക്കുമ്പോൾ ഭയങ്കര ചൂടായി കേട്ടോ. അപ്പോൾ പിന്നെ പോയി തലമുടിയൊക്കെ എല്ലാം കെട്ടി നല്ല ഒതുക്കി വെച്ച് ചോറ് കുക്കറിൽ വെക്കുമ്പോഴത്തേക്ക് നല്ല വേഗമുള്ള അരിയാണേ. അപ്പോൾ ആദ്യം ഒരു 3 വിസിലേൽപ്പിച്ച് ഒരു മണിക്കൂർ എടുത്ത് മാറ്റി വെക്കും കേട്ടോ. അത് കഴിഞ്ഞ് തുറന്ന് കുറച്ചുകൂടെ വെള്ളമെല്ലാം ഒഴിച്ച് ഒരു വിസിലൂടെ കേൾപ്പിച്ചിട്ട് അങ്ങ് അതിൻ്റെ ആവിയെല്ലാം ഒന്ന് തുറന്ന് വിട്ടിട്ട് വാർത്തെടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ യാദൃശ്ചികമായി കണ്ടപ്പോൾ മേടിച്ചതാണ് കേട്ടോ ജെല്ല്. അതിങ്ങനെ അയറ വെള്ളത്തിലിട്ട് ഇങ്ങനെ പാത്രത്തിലാക്കി ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടേ. ചെറുപയർ ഇന്നും ശരിക്കും വെന്തുപോയി കേട്ടോ. കുക്കറിൽ വെച്ചിട്ട് അങ്ങനെ തേങ്ങയൊക്കെ അരച്ച് കറിയാക്കാന്ന് കരുതിയേ. അങ്ങനെ തോരൻ എന്നുള്ള പ്ലാൻ മാറ്റിയിട്ട് കറിയായിട്ടാണ് കേട്ടോ ആക്കിയത്. ശരിക്കും കുക്കർ തുറക്കുന്നതിന് മുന്നേ തോരൻ എന്നുള്ള പ്ലാനിങ്ങിൽ അരച്ചു വെച്ചു കേട്ടോ തേങ്ങയെല്ലാം. പിന്നെ അത് ചെറുപയറിലിട്ടിട്ട് ഒരു അധികം വെള്ളം ആക്കാതെ കുറച്ച് കട്ടിക്ക് ഇങ്ങനെ ആക്കിയെടുത്ത് കേട്ടോ. തേങ്ങയൊക്കെ കറിക്ക് മിക്സ് ആക്കിയിട്ട് കുറച്ച് വറ്റൽമുളകും കടുകും കറിവേപ്പിലയൊക്കെ ഇങ്ങനെ കടുക് പൊട്ടിച്ചിട്ട് ഈ പാത്രം എപ്പോൾ എനിക്ക് ഇൻഡക്ഷനിൽ വെച്ചാലും പണി കിട്ടും കേട്ടോ. ഒന്നിൽ ഹീറ്റ് കൂടിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് ആവി വരും. എനിക്ക് തോന്നുന്നു പാത്രം അധികം കട്ടിയില്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നേ. പെട്ടെന്ന് ഇങ്ങനെ പുകഞ്ഞു പോകും. അങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കാൻ ഉരുളക്കിഴങ്ങ് ഫ്രൈയും ഉണ്ട്, ചെറുപയർ കറിയും ഉണ്ട് കേട്ടോ. ഇനിയാണ് ഏറ്റവും വലിയ ടാസ്ക് വരുന്നത്. മീൻ മുറിക്കൽ മേടിച്ചോണ്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നേ. ഇന്ന് എപ്പോഴും വാങ്ങുന്ന മീനല്ല കേട്ടോ കിട്ടിയത്. ഈ ഒരു ഐറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും അയലയോ മത്തിയോ അങ്ങനത്തെയൊക്കെ മീനാണ് കേട്ടോ മേടിക്കൽ. ഇത് ശരിക്കും നമ്മുടെ വാളയുടെ തന്നെ വേറൊരു ടൈപ്പാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ മീൻ മേടിക്കുന്നത്. ഞാൻ അവിടെ ആകെ കൺഫ്യൂഷനായി നിന്ന് കേട്ടോ, മേടിക്കണോ വേണ്ടയോ എന്ന്. പിന്നെ വേറെ ഒന്നും മേടിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇത് മേടിച്ചത്. മീൻ മേടിക്കുമ്പോൾ തന്നെ ആ ചേട്ടൻ പറഞ്ഞു കേട്ടോ, ഇത് നിറയെ മുള്ളുള്ള മീനാണ്, കുഞ്ഞിക്ക് കൊടുക്കരുത്, പിന്നെ ചെരിച്ച് കട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അങ്ങനെ അതുപോലെയൊക്കെ ഏകദേശം കട്ട് ചെയ്തൊക്കെ എടുത്തേ. 2 ദിവസത്തേക്കായിട്ട് എടുത്ത് കേട്ടോ. കുറച്ചെടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ കുറച്ചെടുത്ത് ഫ്രൈ ആക്കാന്ന് കരുതി എല്ലാം മിക്സാക്കി അങ്ങനെ ഫ്രൈ ആക്കി എടുത്തു. മീൻ കട്ട് ചെയ്തപ്പോഴും ഫ്രൈ ആക്കി എടുത്തപ്പോഴും ഇത്രയും വലിയ പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. പക്ഷെ ഫ്രൈ ചെയ്ത് ചോറിൻ്റെ കൂടെ കഴിച്ചപ്പോഴാണ്, ചോറ് കഴിക്കാൻ സമയമില്ല ശരിക്കും പറഞ്ഞാൽ. ഇതിലുള്ള മുള്ളു തുപ്പാനേ സമയമുള്ളൂ കേട്ടോ. ഫുള്ള് മുള്ളാണ്. നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കാനും കഴിയില്ല. എന്നാൽ ഫുള്ള് അതിലിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിക്കേണ്ട ഇതായിപ്പോയി.
പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോൾ നല്ലോണം മഴ പെയ്തു കേട്ടോ. മഴ ഒന്ന് കുറച്ച് ഒതുങ്ങിയപ്പോഴത്തേക്കും ഒന്ന് പുറത്തിറങ്ങിയേ. അയറയ്ക്ക് അകത്തിരുന്നിരുന്ന് ബഹളം വെക്കാൻ തുടങ്ങി കേട്ടോ, മഴയത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടും കളിക്കാനും. അങ്ങനെ പിന്നെ അവളെയും കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പുറകെ നടന്നേ. വെള്ളം കണ്ടു കഴിഞ്ഞാൽ അപ്പം അവിടെ ചാടി മറിയും, ഭയങ്കര ബഹളമാണ്. മഴ നനയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് പനി മാറിയിട്ടേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് അധികം നനയാനൊന്നും വിട്ടിട്ടില്ലേ. ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളത്തിൽ ഇങ്ങനെ കൈയും കാലൊക്കെ ഇട്ട് കളിച്ച് കുറച്ച് നേരം അങ്ങനെയൊക്കെ നടന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അകത്ത് വന്ന് ചായയൊക്കെ ഉണ്ടാക്കി കേട്ടോ. ചായ ഉണ്ടാക്കി, പിന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മാവൊക്കെ അരച്ച് വെച്ചു. അപ്പോൾ ഇന്നത്തെ ഒരുവിധം പണിയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.